യെസ്, സന്തോഷ് ജി, 2011 വരെയുള്ള പരമ്പരാഗത സിനിമാ രീതികളെ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നത് 2011 കാലഘട്ടത്തിൽ. ഓക്കെ, അതിനുശേഷം അന്ന് തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2011 മുമ്പും 2011 ശേഷവും മലയാള സിനിമ ഒരു രണ്ട് രീതിയിൽ അതിനെ കാണപ്പെടും എന്നുള്ള രീതി. അത് സന്തോഷ് പണ്ഡിറ്റ് വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അതുവരെ നെഗറ്റീവിലായിരുന്നു എല്ലാവരും കുറിച്ച് ചെയ്തിരുന്നത്. അപ്പം ഞാനാണല്ലോ ഡിജിറ്റൽ തുടങ്ങുന്നത് അല്ലേ, അല്ല കാരണം ഡിജിറ്റൽ ആരും ചെയ്തിട്ടില്ല. ചിലർ ഇങ്ങനെ പറയണ്ട ഇയാളെന്താ മൊബൈൽ എങ്ങനെ എടുത്താന്നൊക്കെ ചോദിച്ചു. ശരിക്കും ഡിജിറ്റൽ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വന്നതും അല്ലാണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു സംഭവമാണ്, സന്തോഷ് പണ്ഡിറ്റ് വന്നതിന് ശേഷം ഇങ്ങനെയെന്നുള്ളത് മാത്രമല്ല, അതിൽ വിവക്ഷ അത് മാത്രമല്ല. സന്തോഷ് പണ്ഡിറ്റിന് മുമ്പും സന്തോഷ് പണ്ഡിറ്റ് ശേഷവും എന്ന രീതിയിൽ വരാം എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം ഡിജിറ്റലൈസേഷനിലേക്ക് വരാം. പിന്നെ പുതിയ അത്രയും കാലം അവർ മനസ്സിലാക്കി വെച്ചിരുന്നത് വെച്ചാൽ തിയേറ്ററിൽ നിന്നാണ് വരുമാനം എന്നാണ്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് വന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലത്തെ ഉറപ്പല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുത്തെ CD കമ്പനികൾ പോലും, ഫേമസ് ആയ കേരളത്തിലെ CD കമ്പനികൾ പോലും ഈ യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങാത്ത കാലം, ഫേസ്ബുക്കിൽ നിന്ന് പൈസ വാങ്ങാത്ത കാലം, ആ കാലത്ത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ മുമ്പും പിന്നും ആയിട്ട് വരും എന്ന് പറഞ്ഞത് ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റ് വന്ന മുതലാണ്. അതിൽ തെറ്റില്ലല്ലോ. അല്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് അന്നത്തെ ഇൻ്റർവ്യൂ. കാരണം ഒരിക്കലും ഇല്ല ഇയാൾ തള്ളുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു സിനിമയുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇതാവും, സോഷ്യൽ മീഡിയ ആവും. സാർ അത് തന്നെയാണല്ലോ OTT. നിങ്ങൾ മൊബൈലിൽ കാണുന്നു, ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? അപ്പോൾ അതിനൊക്കെ അന്ന് എനിക്ക് തന്ന ഉത്തരം 1 GB-ക്ക് 250 രൂപ. അന്ന് അങ്ങനെയാണല്ലോ. ആരാണ് മിസ്റ്റർ മൊബൈലിൽ സിനിമ കാണുന്നത്? 1 GB-ക്ക് 250 രൂപയും കൊടുത്തിട്ട് ആരും സിനിമ കാണുന്നു? ഞാൻ പറഞ്ഞു അന്നൊക്കെ എല്ലാവരും ഇതിലല്ലേ കാണുന്നുള്ളൂ, ഡെസ്ക്ടോപ്പിലല്ലേ കാണുന്നു. അത് നമ്മൾ ഈ ഇൻ്റർനെറ്റ് കഫേയിലെല്ലാം പോയി മണിക്കൂറിന് പൈസ കൊടുത്ത് കാണുന്ന മനുഷ്യന്മാരാ അന്ന് 2011. ഞാൻ പറഞ്ഞു സാർ ഇതെല്ലാം മാറും, ഇവിടെ GB ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനെന്തോ വലിയൊരു ഇപ്പം ഇന്നത് ഓക്കെയാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ. അന്ന് പറയുമ്പോൾ നമ്മൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലായത് 2017 അല്ലേ 2016 ജിയോ വന്ന് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കാൻ തുടങ്ങിയോട് കൂടിയാണ് ഐഡിയയും വോഡാഫോണൊക്കെ എല്ലാവർക്കും അല്ല ഇഷ്ടംമാർ ഇങ്ങനെ ഗത്യന്തരമില്ലാതെ ഒരു ദിവസം തന്നെ 2 GB ഒക്കെ ഉപയോഗിച്ച മക്കളെ എന്നൊക്കെ പറഞ്ഞ കഥ എത്തിയത് 2015 ശേഷമാണ്. പക്ഷെ ഇത് 2011 ഒരുത്തം പറഞ്ഞു വെച്ചിരുന്നു നിങ്ങൾ ഈ സിനിമയും നിങ്ങൾ ക്രിക്കറ്റൊക്കെ നിങ്ങൾ ഇതിൽ കാണൂട്ടോ എന്നൊക്കെ. ഞാനത് അന്ന് പറയുമ്പോൾ ഇത് ആരോടാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേപോലെയാണ് OTT വന്നാൽ അന്നേ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊരു പണിയാണ്. അല്ല അത് പ്രൊഡ്യൂസർമാർക്ക് പുതിയൊരു പൈസ ഉണ്ടാക്കാനുള്ള മെച്ചം ഇതല്ലേ. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർമാർക്ക് ഒന്നുമില്ല, ഉള്ള നഷ്ടം വരും. കാരണം സിനിമയുടെ സംസ്കാരം മാറും സാർ. OTTയിൽ കാണുന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇത് മാറും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ചോദിച്ചു ഈ ഇപ്പോൾ കൊറോണ പീരീഡിൽ എല്ലാവരും വീട്ടിലിരിക്കല്ലേ ചേട്ടാ, അപ്പം ഒരു മൊബൈൽ ഒരു പുതിയ സിനിമ കാണുന്നതിൽ ഇത്ര വലിയ അത് തിയേറ്ററും തുറന്നിട്ടില്ല, അപ്പോൾ അത് കാണുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ കൊറോണ ഇന്ന് വരും നാളെ പോകും, ഉത്തരം തിയേറ്ററൊക്കെ അവിടെ തുറക്കൂട്ടോ. സംസ്കാരം മാറും. ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്നത് നിങ്ങൾക്ക് തോന്നും പുതിയ സിനിമയടക്കം മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് തിയേറ്ററിൽ പോകുന്നത്? തിയേറ്ററിൽ ബ്രഹ്മാണ്ഡ സിനിമകൾ കാണാനും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമ തീർന്നു തന്നെ. അപ്പോൾ അന്ന് എനിക്ക് അസൂയാന്നൊക്കെയായിരുന്നു ചിലർ പറഞ്ഞിരുന്നു. ഇപ്പം എന്തായി? അതായത് അന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഡിജിറ്റൽ റൈറ്റ്സ് കിട്ടും, ഞങ്ങൾക്ക് TV സാറ്റലൈറ്റ് റൈറ്റ്, ഇപ്പോൾ പുതുതായ ഒരു സാധനം കൂടെ കിട്ടി OTT റൈറ്റ്. ഇപ്പോൾ OTT-കാരൻ പറഞ്ഞ് എനിക്ക് എൻ്റെ പടം വേണ്ട, ഡിജിറ്റൽ റൈറ്റ്സ് തീർന്നു. കാരണം എന്താണെന്നറിയോ, ഈ OTT-യിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നമല്ല, ആൾക്കാരെന്ത് ചെയ്യുന്നു, ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയാളിത് നാട്ടുകാർക്ക് മൊത്തം ടെലഗ്രാമിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ എന്തായി, CD-യും DVD ഒക്കെ അങ്ങനെ പോയി അതിൻ്റെ പണിയൊക്കെ തീർന്നിട്ട്. അപ്പോൾ പിന്നെ യൂട്യൂബുകാരൻ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു സിനിമ ചെയ്തു, ഞാൻ 20 ലക്ഷത്തിന് വാങ്ങിച്ചു. ഇവിടെ നാട്ടുകാരിലെല്ലാവരുടെ ടെലഗ്രാമിലും ഉണ്ട്. ഈ ടെലഗ്രാമിലേക്ക് ഇവർക്ക് എങ്ങനെ കിട്ടി? OTT കിട്ടി. പണ്ട് അങ്ങനെ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, അത് ഞാൻ യൂട്യൂബിലിട്ടത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ യൂട്യൂബ് കുറേയൊക്കെ ഡൗൺലോഡിങ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആക്കി അങ്ങനെ കൊണ്ടുവന്നു. മാത്രമല്ല ഇപ്പോൾ 2 GB 3 GB ഒക്കെ ഉള്ള ചിലർ അൺലിമിറ്റഡ് എടുത്തു, വൈഫൈ ഒക്കെ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഡൗൺലോഡിങ്ങും വേണ്ട. പക്ഷേ അപ്പോഴേക്ക് ഈ സൈഡ് കൈവിട്ടു പോയി. കാരണം ആ കൈവിടുന്നത് എവിടെയാണ്? OTT-യിൽ ചിലർ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുന്ന സിനിമകൾ അവർ മൊബൈലിലൊക്കെ എടുത്തിട്ട്
അവർ ടെലഗ്രാമിലിടും. തീർച്ചയായിട്ടും. ചുരുക്കം പറഞ്ഞാൽ എന്തായി, ഇപ്പോൾ ആർക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് പടം വിജയിച്ചാൽ മാത്രമേ ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സ് പോകുന്നുള്ളൂ. അതെ അതെ. സാറ്റലൈറ്റുകാരൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ ഞങ്ങളെ തിയേറ്ററിൽ ഇട്ടാൽ ആരും കാണുന്നില്ല, കാരണം OTT വരുന്ന സിനിമകൾ അതെ 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 അതും പോയി. അതെ അതെ. ഇപ്പം ആ ഒരു റൈറ്റേ ഉള്ളൂ. അയാൾ അതിലെല്ലാം എഴുതിയെടുക്കും, OTT പ്ലസ് സാറ്റലൈറ്റ് പ്ലസ് ഡിജിറ്റൽ പ്ലസ്. അതൊന്നും കിട്ടാനില്ല സാർ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? സിനിമ രണ്ടായി മാറി. അതെ. OTT കാണുന്ന സിനിമ, തിയേറ്ററിൽ കാണുന്ന സിനിമ. അപ്പോൾ തിയേറ്ററിൽ കാണുന്ന ബ്രഹ്മാണ്ഡ പടങ്ങളൊക്കെ ഇപ്പോൾ RRRഉം നമ്മളെ കാന്താരയൊക്കെ അല്ല തിയേറ്ററിൽ കണ്ട അതൊക്കെ അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സൈഡിൽ വരുമ്പോൾ എന്തായി, എടാ അത് ഏത് ടൈപ്പ് പടമാണ്, ഇതാണ്. എന്നാൽ പിന്നെ നമ്മൾ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നില്ല വെറുതെ, അല്ല OTT സബ്സ്ക്രൈബ് ചെയ്യുന്നു, പിന്നെ വെറുതെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത്. പിന്നെ ഭാര്യയും 2 മക്കളെയും കൂട്ടി ഒരു ഇത് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന 1000 അല്ല, അത് നമുക്ക് അറിയാമല്ലോ, 250 ആണ് അല്ലെങ്കിൽ 200 ആണ്, 800 രൂപയാണെന്ന് കരുതിയിട്ട് തന്നെ ഒരാൾ പോകുന്നത്. അതൊരു അവർക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു പോയല്ല അവിടുത്തെ പൈസ എന്തെങ്കിലും അവിടെ മിനിമം ഒരു വേറെ ലോകമാണല്ലോ. അപ്പോൾ അതിൻ്റെ പൈസയും അതിൻ്റെ ഇടയിൽ വരുന്ന പാർക്കിംഗ് ഫീസും ഇതും അല്ല, വണ്ടിയാണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള അത്രയും പൈസ എന്ന് പറയുന്നത് 800-ൽ കൂടുതലാണ്. അതാണ്. അപ്പോൾ ഈ മിനിമം ഈ പറഞ്ഞ നമ്മുടെ ഈ 2011 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ സ്ഥലത്തേക്ക് 2020 കഴിഞ്ഞപ്പോഴേക്കും മലയാള സിനിമ എത്തിയെന്നാണ് പറഞ്ഞോണ്ട്. കാരണം ഇപ്പം ഞങ്ങൾ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല, OTTക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഈക്വൽ ടു, അന്ന് ഞാൻ OTT എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, കാരണം അന്ന് OTT എന്നുള്ള വാക്കില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പണം തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ സിനിമക്കാർക്കെങ്കിലും മനസ്സിലായല്ലോ. അല്ല, ഞങ്ങളുടെ സിനിമ തിയേറ്ററിലൊന്നും അല്ല, ഞങ്ങൾ OTTയിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ മൊബൈലിൽ ഇരുന്ന് കാണുന്നു. അതായത് യൂട്യൂബ് റിലീസും ഫേസ്ബുക്ക് ആയാലും ഓക്കെ ആണ് ഇപ്പോൾ ഇവിടെ സംഭവം. പിന്നെ മറ്റൊന്ന്, നേരത്തെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് സിനിമാ ഫീൽഡിലുള്ള ആളുകൾ, ഇപ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി കുടുംബപരമായിട്ട് സിനിമ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം, അതോടൊപ്പം തന്നെ ഈ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ നല്ല ഒരു 1-2 സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രതിഫലം കൂട്ടുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ആളുകൾക്ക് സിനിമ എടുക്കാൻ പറ്റാത്ത, സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം. ഈ 2 സിസ്റ്റത്തിനെതിരെയുള്ളൊരു കലഹം കൂടിയായിരുന്നോ ശരിക്കും സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ എന്ന് പറയുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ ഒരു കലഹവും ഉണ്ടാക്കിയിട്ടില്ല, അവനവൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് വെച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരതിനെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മളാരെയും ഞാൻ മനസ്സിലാക്കുന്നത് ടു ലീവ് ആൻഡ് ടു ലെറ്റ് ലീവ് ആണല്ലോ. നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. പക്ഷേ ചിലർ കരുതുന്നു, കണ്ടോ ഇവൻ 5 ലക്ഷത്തിന് പടം എടുത്തു കഴിഞ്ഞാൽ നാളെ കൂടുതലായി, കാരണം ഇത്രയും കാലം സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും ശരിയല്ലേ, ഞാൻ വരുന്നവരെ ഒരു സിനിമ നിങ്ങൾ ഈ പരിപാടി കാണുന്ന ഏതൊരാളും നെഞ്ച് കൈവച്ച് പോരാ, സന്തോഷ് പണ്ഡിറ്റ് വരുന്നവരെ സിനിമ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരന്മാർക്കും അല്ല കോടികൾ കൊണ്ട് അമ്മാനാട് സാധാരണക്കാരനൊക്കെ. പിന്നെ അഭിനേതാ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെ അല്ല, ഒരാൾ അഭിനയിക്കാൻ വരുന്നു, ഒരു പെൺകുട്ടി വരുന്നു, കെയർ ഓഫ് അച്ഛൻ, കെയർ ഓഫ് അമ്മ, കെയർ ഓഫ് അമ്മമ്മ ഒക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. തെറ്റല്ല, മലയാള സിനിമ കുടുംബ സിനിമ, ഇതാണ് ജനങ്ങളെ മനസ്സിൽ. അപ്പോൾ നമുക്കൊക്കെ എങ്ങനെ പറ്റും, നമ്മളെ കൊണ്ടാവില്ല ഇങ്ങനെ കരുതിയെടുത്തുനിന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ആർക്കും ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ ആ ഒരു റോയൽറ്റി കിട്ടാൻ വേണ്ടി ഞാനും കുറേ കോടികൾ ചിലവാക്കിയെടുത്തു എന്നൊക്കെ എനിക്കും വേണമെങ്കിൽ പറയാം. എനിക്ക് പിന്നെ കളവ് പറഞ്ഞിട്ടൊന്നും നമുക്ക് ആരെയും ഒന്നും നേടാനില്ല. പക്ഷേ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു, 5 ലക്ഷത്തിന് എടുക്കാൻ പറ്റില്ല. അല്ല, അപ്പോൾ പടം എങ്ങനെയൊക്കെ എടുക്കല്ലേ. അപ്പോൾ അവിടെ ചർച്ച വന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് എങ്ങനെ എടുക്കാൻ പറ്റും, ഇവിടെ നെഗറ്റീവിൽ തന്നെ 40-30 ലക്ഷം റുപ്യ ആവില്ല. പിന്നെ ഇയാൾ തള്ളുകയല്ലേ. അപ്പോഴാണ് എൻ്റെ ഉത്തരം, സർ ഞാൻ നെഗറ്റീവിലല്ല എടുത്തത്, ഡിജിറ്റലാണ്. ഡിജിറ്റലോ സർ? അല്ല അന്ന് പറയാം സാർ ഇങ്ങനെ Canon 5D, Canon 70 ഇങ്ങനെ പറഞ്ഞിട്ട് സോണി ഇങ്ങനെയൊക്കെയല്ല സാർ. ഈ ക്യാമറയിലെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട് സാർ. മൊബൈലല്ലേ ഉള്ളൂ, മൊബൈൽ മാത്രമൊന്നുമല്ല ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ല അതിൽ പക്ഷേ അതിന് ക്ലാരിറ്റി ഉണ്ടാവുമോ സാർ? ഇന്നെ സാധനം വാങ്ങിച്ചു നോക്ക്, ക്ലാരിറ്റി ഉണ്ട്, അത് 2K ആക്കാം, 4K ആക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് ഇന്നിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റലിലേക്ക് വന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 30 ലക്ഷം രൂപ നെഗറ്റീവിൻ്റെ ലാഭം കിട്ടിയെന്നായിരിക്കും സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിച്ചതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പല ആളുകൾക്ക് അവസരം കിട്ടാതെ പോയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതും തമ്മിൽ എന്താ ബന്ധം? നെഗറ്റീവും അവസരമായിട്ട് എന്താ ബന്ധമുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കാൻ വരുന്നു, ഞങ്ങൾക്കൊരു ഡയലോഗ് തരുന്നു, നിങ്ങൾ 4 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, എൻ്റെ എത്ര പൈസ എത്തും നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് 4 മിനിറ്റാണ്. 4 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 8,000-10,000 രൂപ എത്തിപ്പോയിണ്ടാവും. നിങ്ങൾക്ക് അഭിനയം വരുന്നില്ല. ശരി, ഈ ഡിജിറ്റൽ വന്നോടെ എല്ലാവർക്കും അഭിനയിക്കുക. കാരണം എന്താ അറിയോ,
4 നിങ്ങളൊരു 15 മിനിറ്റ് എടുത്താൽ എൻ്റെ സമയം പോകുന്നു മാത്രമല്ലേ. എൻ്റെ കൂട്ടുകാർ അത് അർദ്ധരാത്രി നമ്മളേക്ക് തീർന്ന് ഇട്ടേക്കൂലേ. കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേത് അങ്ങനല്ല. നിങ്ങൾ ചെയ്യുന്നത് ഈ നെഗറ്റീവിൽ റെക്കോർഡഡ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് 4 മിനിറ്റിൻ്റെ ഒരു സാധനം റോള് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. നിങ്ങൾക്ക് അഭിനയം വരുന്നവരെ ഇതിങ്ങനെ റോളിൽ പോകുമ്പോൾ ഇവിടെ 6000 8000 എന്ന് തോന്നുന്നു അന്നത്തെ പൈസ. ഇത് അയാളെ അത്രയും പൈസയല്ലേ പോകുന്നു. ആൾക്കാർ തല്ലിപ്പോവും. തീർച്ചയായിട്ടും ആളുകൾ തല്ലിപ്പോവും അഭിനേതാവിനെ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വന്നതിന് ശേഷം ഈ ഡിജിറ്റൽ സൈഡിലേക്ക് വന്നപ്പോൾ എന്തായി, പുതുതായിട്ടുള്ള ആളുകൾ വരാൻ തുടങ്ങി. പുതിയ ആളുകൾ വരാൻ തുടങ്ങി. ഇതാണ് അപ്പോൾ ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉൾപ്പെടെ എണ്ണങ്ങളൊക്കെ തന്നെ ഒരുപാട് എല്ലാവർക്കും അതായത് സാധ്യതകൾ അങ്ങോട്ട് തുറന്നു കൊടുത്തു. അത് സന്തോഷ് പണ്ഡിറ്റ് തുറന്നു കൊടുത്തതല്ല, ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് ജനങ്ങളെ അറിയിച്ചു, കൃത്യമായി അറിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാത്രം കാണിക്കാനുള്ളതല്ല, അത് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ളതാണ്. അല്ല സാർ, അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് സൃഷ്ടി എന്ന് പറയുന്നത് തിയേറ്റർ തന്നെയാണ്, അല്ല ശരിക്കും പറഞ്ഞാൽ സിനിമേൻ്റെ കാര്യത്തിൽ. പക്ഷേ കാലം മാറിയല്ലോ. അതായത് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രമാണ്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടി വി വന്നപ്പോൾ തന്നെ ഒരുവിധ എൻ്റർടൈൻമെൻറ്റൊക്കെ ടി വിയിലേക്കായി. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയ വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. അപ്പോൾ നമുക്കൊന്നും ഒരു ജോലിയാക്കാൻ പണ്ടാണെങ്കിൽ നമുക്കൊരു പാർക്ക് പോവാം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോവാം എന്നായിരുന്നു ഒരു ടിപ്പിക്കലി ഒരാൾ ചിന്തിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഓപ്ഷൻസ് കൂടി. അപ്പോൾ തിയേറ്ററിലെ സിനിമയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഔട്ടാണ്. ശരി. തിയേറ്ററിലെ സിനിമ എന്ന് പറയുന്നത് എത്ര കാലം കിട്ടുന്ന ഓരോരുത്തരുടെ ലക്കോലി ഉണ്ടാവും. ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 10 കൊല്ലത്തിന് ശേഷമൊക്കെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വെറും മൾട്ടിപ്ലസ് ആയിരിക്കും സാർ. പോകും. അതൊക്കെ ബ്രഹ്മാണ്ഡ സിനിമകൾ അതിൻ്റെ ആ എഫക്റ്റിലൊക്കെ ഇരുന്ന് കേൾക്കുന്നത്. അല്ലാത്തൊരു ജനറലി സിനിമകൾ കുറയും ഭയങ്കരമായിട്ട്. ഈ സന്തോഷ് പണ്ഡിറ്റ് ഇത്രയൊക്കെ തന്നെയും സിനിമകളൊക്കെ ചെയ്തിട്ട്, കാരണം നമ്മളെ വീട്ടിലും ഞാൻ പറയുന്ന പ്രൊജക്ടർ വെച്ചിട്ട് സാർ, ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലും നമുക്ക് ഇതേപോലെ പ്രൊജക്ടറും ഇതുണ്ട്, സിസ്റ്റം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യും. ചിലർ ടെലഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ഫ്രീ. നടക്കുന്ന നിലവിലുള്ള ക്ലാരിറ്റിയേക്കാൾ കൂടാനാണല്ലോ സാധ്യത. നല്ല പുതിയ സിസ്റ്റം വരുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആളുകളിൽ പൈസയുണ്ട്. അപ്പോൾ അവരിപ്പോൾ എത്രയോ വീടുകൾ തിയേറ്റർ ഉണ്ടാക്കും. അതാ ഞാൻ പറയുന്നത്, എത്രയോ വീടുകൾ നമ്മളൊക്കെ ചെല്ലുമ്പോൾ അവർ മിനി തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവരെല്ലാ സംവിധാനത്തിലും കാണുമ്പോൾ അവർക്ക് അവിടെ AC ഉണ്ട്. ഇത് നമ്മളവിടെ പോയിട്ട് ഒരു ദിവസവും അതിന് വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ ഒരു ജനറലി പോകുന്നവൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ. ഒരു 500 രൂപ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ സിനിമ ഇതിൽ വരുമ്പോൾ നമ്മൾ എന്തിനാണ് അല്ല വലുതായിട്ട് കാണണല്ലോ. വലുതായി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നില്ല. അത്രേ ഉള്ളൂ. ഈ നമ്മൾ എത്രയൊക്കെ സിനിമ ചെയ്തിട്ടും അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടും നമ്മളിപ്പോൾ സംവിധായകനായി, നായകനായി, ക്യാമറ ഒഴികെ എല്ലാ വർക്കും ചെയ്തു. പക്ഷേ നമ്മൾ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലോ അല്ലെങ്കിൽ സിനിമയുടെ ആക്ടേഴ്സിൻ്റെ സൈഡിലൊക്കെ ഉള്ളൊരു സംഘടനയിൽ ഒരു അതിലേക്ക് കയറി പറ്റാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നില്ലേ? ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നിശ്ചിത പൈസ കൊടുത്തു കഴിഞ്ഞാൽ കയറാം. ഞാൻ 2000 വന്ന ഒരു വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോൾ കേരള പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ അംഗമാണല്ലോ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സാർ സത്യം. തീർച്ചയായിട്ടും. പക്ഷേ അല്ല, എനിക്ക് അവർ നോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആക്സെപ്റ്റൻസിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2.5 ലക്ഷം ആണെങ്കിൽ 2.5 ലക്ഷം കൊടുക്കാൻ കഴിഞ്ഞ് വേണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. തടസ്സങ്ങൾ എനിക്കറിയില്ല. ഞാൻ പിന്നെ അപേക്ഷിച്ചാലല്ലേ മറ്റു തടസ്സമുണ്ടെന്ന് പറയാം.